ഒന്നുകിൽ നിനക്ക് ഇവിടെ നിൽക്കാം, നിന്റെ അവസരത്തിനായി കാത്തു നിൽക്കാം, അല്ലെങ്കിൽ എത്തിഹാദിന്റെ മണ്ണിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങാം. 2023 ട്രാൻസ്ഫർ വിൻഡോയിലെ ഡെഡ് ലൈൻ സെയിലിൽ സിറ്റി പരിശീലകനായിട്ടുള്ള പെപ് ഗാർഡിയോള 21-കാരനായി കോൾ പാൽമറിനോട് നൽകിയ ഉപദേശമായിരുന്നു ഇത്. പക്ഷെ തന്റെ കഴിവ് പുറത്തെടുക്കാൻ ഇനിയും മാഞ്ചസ്റ്റർ സിറ്റിയിൽ കാത്തു നിൽക്കാൻ വയ്യ എന്ന മൈൻഡ് സെറ്റോട് കൂടി തനിക്ക് വേണ്ടി 42.5 മില്യൺ യൂറോസ് വാരിയെറിയാൻ തയ്യാറായിരുന്നു ചെൽസിയുടെ നീലക്കുപ്പായത്തിലേക്ക് അവൻ കൂടുമാറി. പക്ഷേ അന്ന് നടന്ന ആ ഒരു ട്രാൻസ്ഫറിൽ പെപ് ഗാർഡിയോളക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല തന്റെ കോച്ചിങ് കരിയറിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. 12 വർഷം പുറകോട്ട് 2012-ലായിരുന്നു ചെൽസി ഹസാർഡിനെ സൈൻ ചെയ്തത്. 12 വർഷങ്ങൾക്ക് ശേഷവും ചെൽസി ഹസാർഡിന് ശേഷം സൈൻ ചെയ്ത ഏറ്റവും മികച്ച ഒരു സൈനിങ് ആയിരുന്നു ഇതെന്നാണ് ആരാധകർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ചെൽസിയിലെ ഇരുവരുടെയും ആദ്യത്തെ 2 സീസണുകൾ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ കോൾ പാൽമർ തന്നെയാണ് ഹസാർഡിനെക്കാട്ടും ഒരു പടി മുന്നിൽ. ഇന്ന് ചെൽസിയുടെ നിരയിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു താരമാണ് പാൽമർ. ചെൽസിയിൽ തന്റെ ആദ്യ സീസണിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്ത പാൽമറിന് ആരാധകർ ഒരു പേര് കൂടി നൽകി, ദ ഐസ് മാൻ, ദ ഐസ് കോൾഡ് പാൽമർ.